കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലല്ലേ അത് പോയാലും കുഴപ്പമില്ല എന്നാണ് പല പാരന്റ്സിന്റെയും ഒരു മിഥ്യാധാരണ. അതായത് പാൽപ്പല്ലുകൾ പോയി കഴിഞ്ഞാൽ പുതിയ പാൽപ്പല്ല് വരും, അതുകൊണ്ട് അത് എടുത്തു കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെയല്ല. പാൽപ്പല്ലുകൾ നമ്മൾ എടുത്തു കളയാൻ പാടില്ല. കുട്ടികളുടെ പല്ലുകൾക്ക് കേട് വന്ന് കുട്ടികൾക്ക് നല്ല വേദനയോ നീരോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പോലും ആ പല്ലുകൾ പൾപ്പക്ടമി ചെയ്ത് അവിടെ നിർത്താൻ സാധിക്കും. ഇനി അത് പൾപ്പക്ടമി ചെയ്ത് രക്ഷിക്കാൻ പറ്റത്തില്ല, അതിന്റെ വേരൊക്കെ അതുപോലെ നശിച്ചു പോയാൽ മാത്രമേ നമ്മൾ ആ പല്ലുകൾ എടുത്ത് കളയാൻ പാടുള്ളൂ. ഈ പല്ലുകൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണ്? ഒരു 6 വയസ്സ് കഴിയുമ്പോൾ അവരുടെ അടുത്ത പെർമനന്റ് സെറ്റ് ഓഫ് ടൂത്ത് വന്നു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ പല്ലുകൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ പല്ലുകൾ മുന്നോട്ട് വരികയും അടുത്ത സെറ്റ് ഓഫ് ടൂത്ത് വരുമ്പോൾ പല്ലുകൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ പല്ലുകൾ നിർത്തിയില്ലെങ്കിൽ ജോ ഡെവലപ്മെന്റ് സാധിക്കുകയില്ല. കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ പല്ലുകൾ അവിടെ നിർത്തിയില്ലെങ്കിൽ അവരുടെ ജോ പ്രോപ്പറായി ഡെവലപ്പ് ചെയ്യില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് പല്ലിൽ കേട് വന്ന് ബുദ്ധിമുട്ടുണ്ട്, വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് പൾപ്പക്ടമി അല്ലെങ്കിൽ പൾപ്പോട്ടമി ട്രീറ്റ്മെന്റ്സ് ചെയ്ത് അത് നിർത്തുക. ഇനി അതല്ല, നിങ്ങൾ ഡോക്ടർ പറയുകയാണ് ഒരു രീതിയിൽ അത് രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് എടുത്ത് കളയാം. പക്ഷെ അപ്പോൾ നമ്മൾ സ്പേസ് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ പല്ലിന്റെ എടുത്തു കളഞ്ഞ പല്ല് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അപ്ലയൻസ് ഉപയോഗിച്ച് ആ പല്ലുകളിൽ പുതിയ പല്ലുകൾ വരുന്നവരെ ആ സ്പേസ് മെയിൻറ്റെയിൻ ആയിരിക്കണം. അതുകൊണ്ട് പാൽപ്പല്ല എന്ന് പറഞ്ഞ് പല്ലുകൾ എടുത്ത് കളയരുത്. പാൽപ്പല്ലുകൾ നാച്ചുറൽ ആയിട്ട് പോകുന്നതാണ് നല്ലത്. കുട്ടികളുടെ പല്ലുകൾ കേടുകളുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങളായിട്ട് തന്നെ ഡിസിഷൻ എടുക്കാതെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കൺസൾട്ടേഷൻ ചെയ്ത് അത് അടയ്ക്കാൻ പറ്റുന്ന പല്ലുകളാണെങ്കിൽ അടയ്ക്കുക. അതല്ല വേറെ ചികിത്സ വേണ്ട പല്ലുകളാണെങ്കിൽ ആ രീതിയിലുള്ള വേര് ചികിത്സ ചെയ്യുക.